അടുത്തതായിട്ട് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ പെർഫോം ചെയ്യാൻ മാഹി എന്നാണ് ഒരാൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു രോമാഞ്ചാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര റൊമാൻറ്റിക് പെർഫോമറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം രാജേഷ് ചന്ദ്ര ഫ്രം മാഹി. This is Grand Magical Circus powered by Amrita Bindu. ചേട്ടാ അങ്ങോട്ട് വരാലോ? വരാം, ജോയിൻ ചെയ്യാലോ? ആ, കുഴപ്പമില്ല. പക്ഷെ കസേരയില്ല. വേണ്ട വേണ്ട, ആവശ്യമില്ല. ചീട്ട് കളിക്കാൻ പറ്റുകയാണോ? ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് മഞ്ജു ചേച്ചിയുടെ തന്നെ പറയാം. ഓക്കെ, മഞ്ജു ചേച്ചി കാർഡ് കളിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ ചേച്ചി, കാണാലോ. ഞാൻ കാർഡ് റിഫിൽ ചെയ്യുന്ന സമയത്ത് എവിടെ വെച്ചെങ്കിലും ഒന്ന് സ്റ്റോപ്പ് പറയണം. ഇത്ര മാത്രം. ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോപ്പ് പറയണം, അത്ര മാത്രം. ഓക്കെ, തുടങ്ങിയില്ല. മതിയോ? ചേച്ചി ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേണ്ട, ഒരു കാര്യം തീരുമാനിച്ചാൽ മാറ്റുന്ന സ്വഭാവം. ഓക്കെ, ആ ടോപ്പ് കാർഡ് എടുത്തോളൂ, എനിക്ക് കാണിക്കണ്ട. ആ, കയ്യിൽ വെച്ചോ. ആർക്കും കാണിക്കണ്ട, കയ്യിൽ വെച്ച് വെച്ചാൽ. ഓക്കെ, അത് അവിടെ കിടക്കണം. ഓക്കെ, വേണം വേണം, ഒന്ന് അവിടേക്ക് വരാമോ? കുഴപ്പമില്ലല്ലോ. All the best. All the best. ഓക്കെ, ഒരു മോനൂടെ വരാമോ? കൊച്ചുമ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് വരണം. ആ, മോൻ വന്നോളൂ. ആളെത്തി. ചൂടാ. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം ചെയ്തതിന് ഇവർ രണ്ടുപേരെയാണ് എനിക്ക് സഹായത്തിന് ആവശ്യമുള്ളത്. വീണ ചേച്ചിയുണ്ട്. മോൻ്റെ പേര് പ്രസിദ്ധമാകട്ടെ. പ്രസിദ്ധാണ്. പ്രസിദ്ധ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 3ാം ക്ലാസ്സിലാണ്. ഓക്കെ, ആരോഗ്യം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. പ്രസിദ്ധ, ഈ പെട്ടി ഒന്ന് പൊക്കി നോക്കാവോ? ഏകദേശം എത്ര കിലോ ഭാരം ഉണ്ടാവും ഇതിന്? എത്ര കിലോ ഉണ്ടാവും? 10 കിലോ. 10 കിലോ ഒക്കെ 2 കൈ എടുത്ത് പൊക്കും അല്ലേ? കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, പ്രസിദ്ധ 10 കിലോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ചെയ്യാൻ പോകുന്നത് ഹിപ്നോട്ടിസ് ചെയ്യാൻ പോവുകയാണ്. വേണം മാം, എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. മറ്റാര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കേൾക്കാൻ പാടില്ല, ശ്രദ്ധിക്കാൻ പാടില്ല. യു ആർ ഇൻ മൈ കൺട്രോൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈ തൊടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, തൊട്ടോ. എൻ്റെ കണ്ണിലേക്ക് മാത്രം ശ്രദ്ധിക്കണം. യു ആർ ഇൻ മൈ കൺട്രോൾ. എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പുറത്തു നിന്നുള്ള യാതൊരു ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കുറച്ച് സമയത്തേക്ക് നിങ്ങൾ എൻ്റെ കൺട്രോൾ. ഓക്കെ, റെഡി? ഈ പെട്ടിക്ക് 10 കിലോ ഭാരം ഉണ്ടെന്നാണ് പ്രസിദ്ധ പറഞ്ഞത്. ഏകദേശം എത്ര കിലോ ഭാരം ഉണ്ടാവും? പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര കിലോ ഭാരം വരെ പൊക്കിയിട്ടുണ്ട്? ഇപ്പോ എന്തായാലും ഒരു 10-15 കിലോ, 15 കിലോ, 20 കിലോ ഒക്കെ പൊക്കുമായിരിക്കും. കുഴപ്പമില്ല അല്ലേ? 20 കിലോ വരെ പൊക്കുമായിരിക്കും. ഇനി ഞാൻ പറയുന്നത്, മോനെ, ഈ കർച്ചീഫിന് എത്ര കിലോ ഭാരം ഉണ്ടാവും നോക്കിയേ. 1 കിലോ. അവന്റെ കണക്കല്ല അവന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുഴപ്പമില്ല. ഏകദേശം എത്ര കിലോ ഭാരം ഉണ്ടാവും? കിലോയോ? കുഞ്ഞൊരു കിലോ പറഞ്ഞ സ്ഥിതിക്ക് തുടർന്നില്ല, പറഞ്ഞാൽ മതി. ഒരു 50 ഗ്രാം ഉണ്ടാവും. അത്രയും കാണുമായിരിക്കും. ഓക്കെ, ഞാൻ ഇനി ഈ ഒരു കർച്ചീഫിന് ഒരു 100 കിലോ ഭാരം കൊടുക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. യു ആർ ഇൻ മൈ കൺട്രോൾ. ഓക്കെ, 100 കിലോ ഭാരമുണ്ട് ഈ കർച്ചീഫിന്. ഷുവർ? ഈ കർച്ചീഫിന് 100 കിലോ ഭാരമുണ്ട്. അവിടെ ചെറുതായിട്ട് ഇതൊന്ന് പൊക്കാൻ ശ്രമിക്കണം. ചെറുതായിട്ട്. യെസ്, 100 കിലോ ഭാരമുണ്ട്. 100 കിലോ ഭാരമുണ്ട്. 100 കിലോ ഭാരമുണ്ട്. പ്ലീസ്. മതി. എത്ര കിലോ ഭാരം ഉണ്ടാവും? അനങ്ങുന്നില്ല സാധനം അവിടുന്ന്. പക്ഷെ എന്താ ഇതിനകത്ത് വെച്ചിരിക്കുന്ന എനിക്ക് കാണണം. ഈ 100 കിലോ ഭാരമുള്ള കർച്ചീഫ് ഞാൻ ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്.
ഇനി ഞാൻ മാഡത്തെ എൻ്റെ കൺട്രോളിൽ നിന്നും വിടുകയാണ്. ഓക്കെ, ഇഷ്ടം നിർത്തും. അയ്യേ വെച്ചേ. എങ്ങനെ? അപ്പൊ ആദ്യമായിട്ട് ഒരാൾ ഹിപ്നോട്ടിസ് ചെയ്തിരിക്കുകയാണ് വീണ മാഡത്തെ. ഇഷ്ടപ്പെട്ടോ? കൈയെടുക്കുക, ഞാൻ ചോദിച്ചു വാങ്ങിക്കണം കൈയെടുക്കുക. മനസ്സിലായിട്ടില്ല ഇതെന്നെ സംഭവം. ആ കർച്ചീഫ് ഒന്ന് എടുത്ത് എനിക്ക് നോക്കണം, പറ്റത്തില്ല. ഇങ്ങനത്തെ എന്തോ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സമയം ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇതിന് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു മാഡം. മിടുക്ക. കർച്ചീഫിന് എത്ര കിലോ ഉണ്ട്? 1 കിലോ. വാ. ഓക്കെ കളിച്ചട്ടാ. അപ്പോൾ ഞാൻ വിട വാങ്ങിയാണ്. അല്ല, വിട വാങ്ങാൻ വരട്ടെ. ഓ, ഇവിടെ ഒരു കാർഡ് കൊടുത്തിട്ട് പോയ. കാർഡ് എന്തിനാ തന്നത്? ഒരു കാർഡ് അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ. ആ കാർഡ് ഏതാണെന്ന് നോക്കിയല്ലോ. ഏതാ കാർഡെന്ന് നോക്കിയോ? നോക്കിയില്ല. ഒന്ന് മഞ്ജു ചേച്ചി എടുത്ത് നോക്കി. എനിക്ക് കാണിക്ക. എന്നെ Wait. ആണല്ലേ? എടുത്ത് നോക്കി. ഇഷ്ടപ്പെട്ടോ ആ കാർഡ്? ഇഷ്ടപ്പെട്ട്. മഞ്ജു ചേച്ചിയുടെ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ കാർഡിന്? പിന്നെ ഉണ്ട്. ഹൃദയമുള്ളവളാണ് ചേച്ചിയാ അത് അല്ലേ? ഹൃദയമുള്ളവളാണ്. കാരണം ഇതാണോ കാർഡ്? രാജേഷ് ചന്ദ്ര, നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലും ഹിറ്റ് ആണെന്ന് തോന്നുന്നു. വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ആർട്ടിസ്റ്റുകളാണ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഈ വേദിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ പൊന്ന് കലാശി രക്ഷിക്കടാ. എനിക്ക് സഹിക്കാൻ വയ്യ. ആ തള്ളല് കാരണം ആ മുതുക്ക് എന്താണ് ഇത്? എന്തൊരു തള്ള തള്ളുന്നത് കേട്ട് സഹിക്കാൻ പറ്റില്ല. സഹിക്കുന്നതിന് അപ്പുറമാണ് കേട്ടോ. ഈ ശ്രദ്ധ എന്താണ് ഇവിടുത്തെ? നിങ്ങളുടെ അമ്മാവന്റെ തള്ളല് കേട്ട് അവൾ ഇന്നത്തെ പരിപാടി മതിയാക്കി. അയ്യോ സത്യം, അത് വീട്ടിൽ പോയി പോയത് കാര്യമായി. സത്യം. ഇതെന്താ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ എണീറ്റിരിക്കുന്നു. ഇത് എഴുന്നേറ്റിരിക്കുന്നതാ. ആ. അങ്ങനെ തള്ളല് കേട്ട് എഴുന്നേറ്റാണ്. രോമാഞ്ചമാണ്. അങ്ങനെ കൊല്ലാനായിട്ട് എഴുന്നേറ്റാണ്. ഞാൻ ഇനി കൊണ്ടുപോകുന്ന മുടി. സത്യം. എന്തൊരു തള്ള. ഇങ്ങനെ തള്ളല് പേടിച്ചാണ് ഞാൻ എന്റെ സ്വന്തം വീട് വിട്ടിട്ട് കാട്ടിൽ പോയി താമസിക്കുന്നത്. അവിടെ വന്യമൃഗങ്ങളൊക്കെ ഇല്ലേ? പുലിയും സിംഹവും ഒക്കെ ഇല്ലേ? അതൊന്നും ഉപദ്രവിക്കില്ലേ? എന്തോ ഉപദ്രവം. ഇത് വെച്ച് നോക്കുമ്പോ അതൊക്കെ സാധുക്കളാണ്. സത്യം. അമാതിരി തള്ളല്ലേ തള്ളുന്നത്. ഞാൻ പറഞ്ഞല്ലേ. അയ്യോ പറഞ്ഞു. അതുപോലെ അങ്ങ് ചെയ്താ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു 100 തവണ ഞാൻ പറഞ്ഞല്ലേ. ആ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ മതി. ആ, അത്രേ ഉള്ളൂ. ആരായിരുന്നു? കരസേനാ മേധാവി. കരസേന മേധാവിയോ? എന്തിനാ വിളിച്ചേ? ഈ നുഴഞ്ഞുകയറ്റത്തിന്റെ ട്രിക്ക് എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ വിളിച്ചതാ. നുഴഞ്ഞുകയറ്റത്തിന്റെ? അന്യ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നതേ അതിൽ അഗ്രഗണ്യനായിരുന്നല്ലോ ഞാൻ. ആണോ? ഒരുപാട് രാജ്യത്ത് ഞാൻ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആണോ? അപ്പൊ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചതാ. ഒരു പ്രാവശ്യം ഞാൻ നുഴഞ്ഞു കയറിയപ്പോ പിടി വീണു. രമണിയുടെ ഭർത്താവ് ലീവിന് വന്ന കാര്യം ആശാൻ അറിഞ്ഞില്ല. ചെന്ന് കയറി കൊടുത്തു. പിന്നെ ചോര തുപ്പിയിട്ടാണ് വെളിയിൽ കിട്ടുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. അത് ഇവരെന്താണെന്നറിയോ ഇതിനിടയ്ക്ക് കയറി ശല്യപ്പെടുത്തുന്നത്? ഇവൻ ഈ കഥ ഒരുപാട് കേട്ടതാണ്, അതുകൊണ്ടാണ്. കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ നുഴഞ്ഞു കയറ്റക്കാരന്റെ അഗ്രകണ്ണിനാണ് ഞാൻ. എന്നിട്ട് ഒരു പ്രാവശ്യം നുഴഞ്ഞു കയറിയപ്പോ എന്തോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഞാൻ ഇങ്ങനെ നുഴഞ്ഞു കയറിയാണ്. ഞാൻ നുഴഞ്ഞു കയറി ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ നോക്കിയപ്പോ എന്റെ ചുറ്റിനും ഒരു 100-150 പട്ടാളക്കാർ നിൽക്കുക. 150 പട്ടാളക്കാരോ? ആ, എന്റെ കയ്യിലാണെങ്കിൽ ഒരു തോക്കും ഒരു ഉണ്ടയും കുറച്ച് കയറും. ഞാൻ എന്ത് ചെയ്യും? പകച്ചു പോയി എന്റെ ബാല്യം. അയ്യോ. എന്നിട്ട് ഞാൻ എന്റെ ബുദ്ധി പ്രയോഗിച്ചു. എന്താ ഞാൻ ചെയ്തത്? ആ ഉണ്ട എടുത്ത് ആ കയറിലും കെട്ടി. എന്നിട്ട് തോക്കിൽ ലോഡ് ചെയ്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ധൈര്യമുള്ള പട്ടാളക്കാരാണെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, വരിവരിയായി നിന്നിട്ട് ഒറ്റയ്ക്ക് യുദ്ധത്തിന് പാടാന്ന്. യുവമാർ ഇത് പറഞ്ഞു കേട്ടതും ഈ മണ്ടന്മാര് വരിവരിയായിട്ട് നിന്ന് 150 പേരും. ഞാൻ എന്ത് ചെയ്തു? ആ ഒറ്റ ഉണ്ട വെച്ച് ഒരു ഒറ്റ കീച്ചി എന്നും പറഞ്ഞ് ഈ 150 എണ്ണത്തിന്റെയും പള്ളേ കൂടെ ഈ ഉണ്ട കയറി സൂചിക്കകത്ത് നൂല് കോർക്കുന്ന പോലെ ഇങ്ങനെ കയറിയിട്ട് തിരിഞ്ഞു കറങ്ങി എൻ്റെ അടുക്ക വന്നത് ഞാൻ പിടിച്ചങ്ങ് കെട്ടി. കെട്ടി എങ്ങനെയാണെന്നറിയാൻ മോനെ? നമ്മളിപ്പോൾ ചൂണ്ടയിട്ട് മീനെ പിടിച്ചിട്ടേ ഒരു ഈർക്കിലെടുത്തിട്ട് ഈ മീനിന്റെ ചെകള പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് കോർമ്പല് കയറ്റി കൊത്തൂല്ലേ, അങ്ങനെ എടുത്ത് ഈ കയറ് ഞാൻ എടുത്ത് തോളെത്തിട്ട് നേരെ ഞാൻ റെജിമെന്റിൽ വന്നപ്പോ ഇതറിഞ്ഞുകൊണ്ട് ആര് നിൽക്കുന്നു? കരസേനാ മേധാവി. അയ്യോ. അപ്പൊ തന്നെ കീർത്തി ചക്രം എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട,
കീർത്തി ചക്ര തന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട. അയ്യോ, ഏതെങ്കിലും ഒരു പട്ടാളക്കാരെ, എല്ലാ പട്ടാളക്കാരുടെ ആഗ്രഹമല്ലേ ഒരു കീർത്തി ചക്ര കിട്ടുക എന്നുള്ളത്. എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? ഞാൻ ഈ സിനിമ 150 തവണ കണ്ടതാ. ഇനി എനിക്ക് എന്തിനാണത്? CD ആണ് തന്നത്. CD തന്നത് എന്റെ ഊർജം പോകാതിരിക്കാൻ. അയ്യോ, ആ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 1999 ഞാൻ തോന്നുന്നു പാകിസ്ഥാൻ പട്ടാളക്കാരുമായിട്ട് ഞങ്ങളിങ്ങനെ പൊരിഞ്ഞ യുദ്ധമാണ്. അതിനിടയിൽ നിന്ന് ഞാനിങ്ങനെ വെച്ച് കീച്ചിക്കൊണ്ടിരിക്കുകയാണ്. മാമ കീറിക്കൊണ്ടിരിക്കില്ല, കീറിക്കോ ഞാൻ അടിക്കും, ഞാൻ പറഞ്ഞേക്കട്ടെ. മാമ കീറ മാമ. അങ്ങനെ ഞാനിങ്ങനെ വെച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ്. അന്നും ഒരു അബദ്ധം പറ്റി. എന്തു പറ്റി? അന്ന് ഞാൻ തോക്കെടുത്തില്ല, ഉണ്ട മാത്രം ഇങ്ങനെ ഞാൻ ഇട്ടുണ്ടായിരുന്നു മാല പോലെ. ഈ ഭൂമി ഒന്ന് പൊളന്ന് തന്നായിരുന്നു താഴോട്ട് പോകാറുണ്ട്. നിനക്ക് എന്താടാ, ഞാൻ ഈ കഥ ഒന്ന് പറയട്ടെ. ആ കുഞ്ഞിന് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? ഞാനൊന്ന് കേക്കട്ടെ. ഞാൻ അങ്ങനെ പകച്ചു നിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? ബുദ്ധി പ്രയോഗിച്ചു, ഇന്റലിജൻസ് പ്രവർത്തിച്ചു. അതെ, എന്ത് ചെയ്തു? 2 കൈ കൊണ്ട് ഉണ്ട വലിച്ചൂരി നെഞ്ചത്ത് ഞാൻ എറിഞ്ഞ് തറപ്പിച്ചു. പോയിൻട്രാ വീട്ടിൽ യുദ്ധവും ഇട്ടേറ്റ് നിന്റെ വെളച്ചിന് കൊണ്ട് എന്നും പറഞ്ഞ് ഉണ്ട ഇങ്ങനെ വാരി ഞാൻ അവരുടെ നെഞ്ചത്ത് തറപ്പിച്ച് അവരെയെല്ലാം കൊന്നു. മലയാളത്തിലാണോ പറഞ്ഞത്? അന്ന് ഞാൻ ഹിന്ദിയിലാ പറഞ്ഞത്, ഇന്ന് ഞാനത് മറന്നുപോയി. റിട്ടയർഡ് ആയിട്ട് കുറെ നാളായില്ലേ. അങ്ങനെ എല്ലാരെയും എറിഞ്ഞു പിടിപ്പിച്ച നെഞ്ചത്ത് ഞാൻ തറച്ച് കൊന്നെല്ലാത്തിനെയും. അപ്പോഴും കുറെ 10,000-2000 പട്ടാളക്കാർ വീണ്ടും നിൽക്കുക. പിന്നെന്ത് ചെയ്തു? അപ്പോ ആണ് ഒരു കട ഒരു ശബ്ദം ഞാൻ കേട്ടു. എടാ പോടാ, ഞാൻ പുറംകാലിന് ഞാൻ തല്ലുവേ, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സിനിമാക്കാര്, എന്റെ ഈ യുദ്ധം നേരിട്ട് കാണാനായിട്ട് ഒരു സിനിമാക്കാർ അവിടെ ലാൻഡ് ചെയ്തു ഹെലികോപ്റ്ററിൽ. അയ്യോ, അപ്പോഴെന്റെ ഇന്റലിജൻസ് വർക്ക് ചെയ്തു. ഞാൻ ഓടിച്ചെന്നിട്ട് ഈ ഹെലികോപ്റ്ററിന്റെ കറക്കം നിൽക്കുന്നതിന് മുമ്പ് ആ പങ്കായി ഊരി എടുത്തിട്ട് എന്റെ ജീപ്പിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഞാൻ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ കയറിയെന്ന് ഈ 2000 പട്ടാളക്കാരുടെ ഇടയിൽ കൂടെ കാളം കൂളം ഞാൻ ഓടിച്ചു. എങ്ങനെ? കാളം കൂളം ഞാൻ ഓടിച്ചു. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഈ പങ്കായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ 2000 പട്ടാളക്കാരുടെയും തല ഈ പങ്കായത്തിൽ തട്ടി അറുത്ത് ചിന്ന ഭിന്നമായി പോയി. ആ യുദ്ധത്തിൽ ഞാൻ ആ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് വിജയിച്ചു. അയ്യോ, അപ്പൊ ഈ ഹെലികോപ്റ്ററിൽ വന്ന സിനിമാക്കാരൻ ആരായിരുന്നു? അറിയത്തില്ലേ? ഇല്ല. അതായിരുന്നു രാജമൗലി. പിന്നീട് ബാഹുബലി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവൻ ആ സീനൊന്നും മറന്നിട്ടില്ലല്ലോടാ കേന്ദ്ര. ആ ബുദ്ധിയാണ് അവനോട് പ്രയോഗിച്ചത്. ശരിയാണല്ലോ. ബാഹുബലിയിൽ ഇങ്ങനെ കണ്ടില്ലേ? അന്ന് ഞാൻ ചെയ്ത സാധനമാണ് ഇന്ന് അവൻ സിനിമയാക്കി വിറ്റ് 1700 കോടിയോളം മേടിച്ചിട്ട് 5 പൈസ തന്നിട്ടില്ല പട്ടി. അറിയാം. അതെ, ഈ യുദ്ധമൊക്കെ എന്ത് പറഞ്ഞു? അല്ല, പുള്ളി കേക്കരുന്ന് പറഞ്ഞത് ഇപ്പൊ വിളിച്ചു. അതെ, നിങ്ങൾ ഇങ്ങനെ യുദ്ധത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടയ്ക്കും ഈ വെടിയുണ്ടകൾ വന്ന് തറക്കില്ലേ? തറക്കും. എന്നെ സംബന്ധിച്ചോളം എനിക്കത് വിഷയമുള്ള കാര്യമല്ല. അതെന്ത് വെടിയുണ്ട തറച്ചാ മരിക്കില്ലേ? മരിക്കില്ല മോനെ, ഒരു പാട് പോലും ഉണ്ടാവില്ല. കാരണം എന്താ? എന്റെ കയ്യിൽ ഒരു അത്ഭുത പച്ചമരുന്നുണ്ട്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കയ്യിൽ ഒരു അത്ഭുത പച്ചമരുന്നുണ്ട്. എത്ര വെടിയുണ്ട വന്ന് മുറിവുണ്ടാക്കിയാലും ഈ പച്ചല എടുത്തിട്ട് ഒന്ന് കയ്യിലിട്ട് തിരുമി ഒന്ന് കശക്കി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് ശക്തമായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞാൽ 2 തുള്ളി ഇറ്റിച്ചു കൊടുത്താൽ അപ്പൊ വെടിയുണ്ട എവിടെ? ആ മുറിവ് അപ്രത്യക്ഷമായി പോകും. വെടിയുണ്ട എവിടെ? വെടിയുണ്ട അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ഇപ്പൊ ബോഡിയിൽ വെടിയുണ്ട ഉണ്ടോ? 12,500 വെടിയുണ്ടകൾ ഈ ശരീരത്തുണ്ട്. ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന് പോകുന്ന കൂട്ടത്തിൽ ഒരു ബക്കറ്റ് നിറയെ ഈ പച്ചലയുടെ നീര് കലക്കി നിറച്ച് ഒരു കയ്യിൽ മഗ്ഗും ബക്കറ്റും ഒരു കയ്യിൽ മെഷീൻ ഗണ്ണുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു കൈ കൊണ്ട് വെടിവെക്കും, എന്റെ ദേഹത്ത് വീണാൽ മഗ് ഈ പച്ചില എടുത്ത് തളിക്കും. അപ്പൊ അതാ ഒരു സൈഡിൽ ഉണങ്ങിക്കൊണ്ടിരിക്കും, ഞാൻ ഇവിടെ നിന്ന് തകർക്കും. ബുദ്ധി പൊരിഞ്ഞ തകർപ്പായിരിക്കും. അങ്ങനെ ഉണ്ടാതെ ഇങ്ങനെ സംഭവിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ വന്നേ, എല്ലാരും ഇങ്ങനെ വന്നേ ചേട്ടാ, നിങ്ങൾ എല്ലാരും നോക്കണം കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചായിട്ട് അറിയാൻ പറ്റും? ഒന്നുമില്ല. കാണുന്നില്ലല്ലോ. അതാണ് പച്ചിലയുടെ ശക്തി. ഒരു ദിവസം ഒരു ഉണ്ട ഇവിടെ വന്ന് തറച്ചിട്ട് ഇല്ല വിറകിൽ കോടാലിട്ട് വെട്ടുമ്പോ ഇങ്ങനെ വരത്തില്ലേ, കൊളന്നു. ഇല്ല മഹർഷിമാര് തപസ് ചെയ്യാൻ ഇങ്ങനെ എടുക്കാൻ പോക്കത്തില്ലേ, കമണ്ടലം. അതുപോലെ ആയിപ്പോയി. ഇങ്ങനെ ഇരിക്കാണ് എന്റെ കാല്. ഇപ്പൊ ഒരു പാടുമില്ലല്ലോ. ഇല്ല. ഞാൻ എന്ത് ചെയ്തു? ആ പച്ചിലയുടെ മരുന്നെടുത്ത് ഇങ്ങനെ ഇരുന്ന ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒഴിച്ചു പിടിപ്പിച്ചതും പെട്ടെന്ന് ടപ്പേന്ന് കടഞ്ഞു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്തെ ഇങ്ങനെ ഒഴിക്കുന്ന കൂട്ടത്തിൽ കൈ ഇതിനകത്ത് വരാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ആയിപ്പോ അത്രയ്ക്ക് വലിയ പച്ചമരുന്നാന്നേ. അത് ശരി, അപ്പൊ തന്നെ ഒട്ടിപ്പോവും. മാമ എന്താ ഈ പച്ചമരുന്ന് ഇപ്പൊ ഇരിപ്പുണ്ടോ കയ്യില്? എന്തിനാ മോനെ? ഈ വായിലൊന്നും തേച്ച് പിടിപ്പിക്കാൻ. അല്ല, ഇത് കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, ചാവാൻ വയ്യ. അതുകൊണ്ടാ എന്നെ മേലോട്ടങ്ങ് എടുക്ക് ദൈവമേ. ഇനി വന്നേ.
മക്കളെ ഞാൻ വന്നേ നീ വന്നേടാ. എന്തായാലും നിങ്ങൾ ഭാഗ്യമുള്ളവന്മാരാ കേട്ടോ. അതെന്താ? നാളെ തൊട്ട് എൻ്റെ കഥ ഒരുപാട് ഇനി നിങ്ങൾ കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. ആണോ? എന്ത് പറ്റി? നാളെ മുതൽ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എന്റെ അമ്മേ!